الله عليه توكلت وإليه أنيب. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ربنا عليك توكلنا وإليك أنبنا وإليك المصير. حسبنا الله ونعم الوكيل نعم المولى ونعم النصير. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين فتنوا المؤمنين والمؤمنات ثم لم يتوبوا فلهم عذاب جهنم ولهم عذاب الحريق. صدق الله مولانا العظيم. ഏറ്റവും ബഹുമാനമുള്ള സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന കാര്യദർശി ബഹുമാന്യനായ സമദ് സാഹിബ് അവറുകളെ, ബഹുമാനപ്പെട്ട മുസ്തഫ തങ്ങൾ, ജബ്ബാർ ഹാജി, എന്റെ പ്രിയങ്കരനായ ഉസ്താദ് ബഹുമാനപ്പെട്ട ചീക്കോട് ഉസ്താദ് അവറുകളെ, മറ്റു സ്റ്റേജിലും സദസ്സിലും ഒത്തുകൂടിയിട്ടുള്ള ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും കീഴ്ഘടകങ്ങളുടെയും പ്രവർത്തകരും പ്രചാരകരുമായിട്ടുള്ള സുഹൃത്തുക്കളെ, മറ്റു ശ്രോതാക്കളെ, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒരുപാട് മഹാന്മാരായ പണ്ഡിതന്മാർ, നമുക്ക് വഴികാട്ടികളായ ഒരുപാട് മഹാന്മാർ വഫാത്തായി വലിയ വിടവ് നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒത്തുകൂടിയിട്ടുള്ളത്. ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ കാളമ്പാടി ഉസ്താദ്, സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ്, ഷെയ്ഖുന കോയക്കുട്ടി ഉസ്താദ്, ബഹുമാനപ്പെട്ട മുഹഖ്ഖിഖുൽ ഉലമ ബഹുമാനപ്പെട്ട കുമരംപുത്തൂർ ഉസ്താദ്, അതുപോലെ തന്നെ ഒരുപാട് മഹാന്മാരും നമ്മുടെ പ്രവർത്തകന്മാരും അടുത്ത കാലത്തായി മരണപ്പെട്ടുപോയി. അല്ലാഹു തആല അവരുടെയൊക്കെ പരലോക ജീവിതം സന്തോഷത്തിലും റാഹത്തിലുമാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കോട്ടുമല ബാപ്പുസ്താദ് അടക്കമുള്ള ഒരുപാട് നമ്മുടെ നേതാക്കന്മാരും പ്രവർത്തകന്മാരും, നമുക്ക് വേണ്ടപ്പെട്ട പലരും പല നിലക്കുമുള്ള രോഗങ്ങളെ കൊണ്ട് പ്രയാസത്തിലാണ്. അല്ലാഹു തആല അവരുടെ രോഗങ്ങളെ ശിഫയാക്കി ദീർഘായുസ്സുൽ ആഫിയത്ത് അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. സുദീർഘമായ ഒരു പ്രസംഗം നടത്തുന്നില്ല. നമ്മുടെ ഈ പരിപാടി ഇവിടെയുള്ളതിനേക്കാളും 10 മടങ്ങ് ആളുകൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി ലൈവായി കണ്ടും കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ പരിപാടി ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട പ്രിയങ്കരനായ സുഹൃത്ത് നൂറുദ്ദീൻ ജിഫ്രി തങ്ങൾ അവർക്ക് ഈ സമയത്ത് എല്ലാ കൃതജ്ഞതയും രേഖപ്പെടുത്തുകയും, പള്ളിക്കൽ ബസാറുമായി ബന്ധപ്പെട്ട വിഷയം അതിന്റെ എല്ലാ വിധത്തിലുള്ള രേഖയോടും കൂടെ സ്പഷ്ടമായി വ്യക്തമായി ഇവിടെ ബോധ്യപ്പെടുത്തുകയുണ്ടായി. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്നും സത്യത്തിന്റെ ഭാഗത്ത്, നീതിയുടെ ഭാഗത്ത്, ഹക്കിന്റെ ഭാഗത്ത് നിലകൊള്ളുക എന്നത് പാരമ്പര്യമായി നമ്മുടെ പണ്ഡിതന്മാർ, നമ്മുടെ നേതാക്കന്മാർ, നമ്മുടെ ഉസ്താദുമാർ നമുക്ക് കാണിച്ചു തന്ന ഒരു ശരിയായ രീതി ആയതുകൊണ്ട് സത്യത്തിന്റെ എതിരെ കാണുകയോ കേൾക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്താൽ നിങ്ങളാ ചെയ്തത് തെറ്റാണെന്ന് ആർജവത്തോടെ വിളിച്ചു പറയാനുള്ള ധൈര്യവും വിളിച്ചു പറയാനുള്ള തന്റെ ഇടവും എക്കാലത്തും സമസ്തയുടെ പ്രവർത്തകന്മാരായ നമ്മുടെ നേതാക്കന്മാർക്കും ഖാദിമുകളായ പ്രവർത്തകന്മാർക്കും എക്കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ പത്രവാർത്താ മാധ്യമങ്ങളിലൂടെ പള്ളിക്കൽ ബസാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നാട് നീളെ അറിയുകയും സ്വന്തം നാടിന്റെ വിഷയം പോലെ പള്ളിക്കൽ ബസാറിലെ വിഷയങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയും അവിടുത്തെ വിഷയങ്ങൾ എന്തായി, അവിടുത്തെ കേസുകൾ എന്തായി, അവിടുത്തെ മറ്റുള്ള വിഷയങ്ങൾ എന്തായി എന്ന് പരസ്പരം അന്വേഷിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ വ്യക്തമായി അന്വേഷിക്കുകയും ഇവിടുത്തെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്യുന്ന എത്രയോ ലക്ഷോപലക്ഷം വരുന്ന സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ കേരളത്തിനകത്തും പുറത്തും ഉണ്ട് എന്നത് ഒരു വസ്തുതയാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പള്ളിക്കൽ ബസാറിലെ വിഷയവുമായി ബന്ധപ്പെട്ടൊരു വിശദീകരണം നടക്കുകയും ആ വിശദീകരണത്തിന് മറുപടി എന്നോണം ഇവിടെ മറ്റൊരു പരിപാടി നടക്കുകയും ചെയ്ത വിവരം നിങ്ങളൊക്കെ അറിഞ്ഞിരിക്കും. ആ രണ്ടാമതവർ സംഘടിപ്പിച്ച പരിപാടികളിൽ കാര്യമായി ഇവിടെ നടന്ന വിഷയം ഇവിടെ നേരത്തെ നടന്ന പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. വ്യക്തിഹത്യകളും കള്ളപ്രചരണങ്ങളും ഭീഷണികളും ചരിത്രങ്ങളെ വക്രീകരിക്കലുമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇവിടെ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഉദ്ഘാടന പ്രസംഗം നടത്തി. അദ്ദേഹത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പള്ളിക്കൽ ബസാർ എന്നൊരു വാക്കുപോലും അയാൾ പറഞ്ഞില്ല. ഇവിടുത്തെ കേസ് സംബന്ധമായോ ഇവിടുത്തെ പ്രശ്നങ്ങൾ സംബന്ധമായോ
ഒന്നും അയാൾ പറയാതെ അയാൾ ഏതോ ഒരു പള്ളിക്കൽ ഒരു മൂല്യാരെ നിർത്തിയെന്നും ആ മൂല്യാരി വഹാബികൾക്ക് മയ്യത്തസ്കരിച്ചു എന്നും അങ്ങനെ അയാൾ പിരിച്ചിട്ടെന്നുള്ളൊരു കഥ അയാൾ പറഞ്ഞു. അങ്ങനെ അയാൾ ഉദ്ഘാടന പ്രസംഗം നടത്തി അയാൾ പോയി. അതിന്റെ ശേഷം 1-2 ആളുകൾ പ്രസംഗിച്ച കൂട്ടത്തിൽ വടശ്ശേരി ഹസൻ മുസ്ലിയാരും ഇവിടെ പ്രസംഗിക്കുകയുണ്ടായി. സമസ്തയുടെ അഭിവന്ദരായ നേതാക്കന്മാരെ, പ്രവർത്തകന്മാരെ പരിഹസിക്കാനും കളിയാക്കാനും പള്ളിക്കൽ ബസാറിൽ സമസ്തക്കാർ ചെയ്തത് അനീതിയാണെന്ന് പറയാൻ, ഇവിടെ പ്രസംഗിക്കാനും പള്ളിയുടെ മഹത്വം പറയാനും പള്ളിക്ക് വേണ്ടി ജിഹാദ് നടത്തുന്നവരാണെന്നൊക്കെ പറയാൻ വേണ്ടി പ്രസംഗിക്കാൻ വേണ്ടി വന്ന വടശ്ശേരിക്കാരൻ ഹസൻ മുസ്ലിയാർ, അദ്ദേഹത്തെ നമ്മൾ ചെറുതായിട്ടൊന്ന് പരിചയപ്പെടുന്നു നല്ലതാണ്. വർഷങ്ങൾക്ക് മുമ്പ് വടശ്ശേരിയിൽ പള്ളി നിർമ്മിക്കാൻ വേണ്ടി നാട്ടുകാരൊക്കെ പാടെ ഇയാളെ ഗൾഫൊക്കെ പറഞ്ഞയച്ചു. അങ്ങനെ ഇയാളെ ഗൾഫിലേക്ക് റെസീറ്റുമായി പോയി. അവിടെ ഗൾഫിൽ പിരിവൊക്കെ നടത്തി നാട്ടിൽ വന്നാണ്ട് പെരപ്പണി തുടങ്ങി ഈ വടശ്ശേരി ഹസൻ മുസ്ലിയാരെ. അങ്ങനെ പെരപ്പണി തുടങ്ങിയപ്പോ നാട്ടുകാർ ചോദിച്ചു, അല്ല നിങ്ങളെ നമ്മൾ പള്ളിക്ക് പിരിച്ചാൻ വേണ്ടി പറഞ്ഞയച്ചതാണല്ലോ, എന്നിട്ട് പള്ളി തുടങ്ങാതെ പെരപ്പണിയാണല്ലോ തുടങ്ങുന്നത്. അപ്പൊ ഇയാൾ പറഞ്ഞു, നിങ്ങൾ തന്ന റെസീറ്റ് വിമാനത്തിൽ നിന്ന് വീണുപോയാണ്. അപ്പൊ നാട്ടുകാർ പറഞ്ഞു, ഇൻഡാം വീകാത്ത നന്നായിയാണ്, ഇൻഡാം വീണാ പിന്നെ പെരപ്പണി നടക്കൂലല്ലോ. ഈ രൂപത്തിൽ സ്വന്തം നാട്ടിലെ പള്ളിക്ക് വേണ്ടി പണം പിരിക്കാൻ നാട്ടുകാർ പറഞ്ഞയച്ചിട്ട് അതുകൊണ്ട് പെരപ്പണി നടത്തിയയാളാണ് ഇവിടെ പ്രസംഗിക്കാൻ വേണ്ടി വന്ന വടശ്ശേരി ഹസൻ മുസ്ലിയാരെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായാലും ഇരിക്കട്ടെ, അദ്ദേഹം ഇങ്ങനെ പ്രസംഗം ആരംഭിച്ചു. നാടുകളിൽ നടന്ന പ്രശ്നങ്ങളൊക്കെ അയാൾ പറഞ്ഞു. പക്ഷേ സമസ്തയിൽ നിന്ന് മാറി നിന്ന ഈ വിഭാഗവുമായി ബന്ധപ്പെട്ട് നാടിന്റെ നാനാഭാഗങ്ങളിലും സജീവമായ പ്രശ്നങ്ങൾ നടക്കുകയാണ്. പള്ളിക്കൽ ബസാറിൽ മാത്രമല്ല, നേരത്തെ ബഹുമാനപ്പെട്ട ജബ്ബാർ ഹാജി സൂചിപ്പിച്ചതുപോലെ കക്കോവിൽ പ്രശ്നമാണ്, കരിപ്പൂരിൽ പ്രശ്നമാണ്, കരുവാങ്കലിൽ പ്രശ്നമാണ്, ചെങ്ങാനിൽ പ്രശ്നമാണ്, മുടിക്കോട് പ്രശ്നമാണ്. ഇങ്ങനെ കേരളത്തിന്റെ അകത്തും പുറത്തും സമസ്തയിൽ നിന്ന് മാറി നിന്ന ഈ വിഭാഗത്തിന്റെ പക്കൽ നിന്ന് അള്ളാന്റെ പരിശുദ്ധമായ ദീനിനും ദീനിന്റെ സ്ഥാപനങ്ങൾക്കും എക്കാലത്തും ഭീഷണികൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ രാജ്യത്ത് വർഗീയ നാസിസ്റ്റ് ഫാസിസ്റ്റുകളായി അറിയപ്പെടുന്ന ബിജെപിക്കാരോ RSSകാരോ ബജ്രംഗ് ദളുകാരോ ശിവസേനക്കാരോ ചെയ്യാത്ത അതിനീചമായ നിഷ്ഠൂരമായ പ്രവർത്തനങ്ങളാണ് നാടിന്റെ ഭാഗത്തും അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇയാൾ ഇങ്ങനെ പ്രസംഗം തുടങ്ങി. ആ പ്രസംഗം ഏകദേശം 10-15 മിനിറ്റ് നീങ്ങിയപ്പോൾ ഇദ്ദേഹം അറിഞ്ഞോ അറിയാതെ അറിയില്ല, ഇയാളെ നാക്കുകൊണ്ട് അല്ലാഹു തആല സത്യം പറയിപ്പിച്ചു. എന്താ ഇയാൾ ഇവിടെ പ്രസംഗിച്ചെന്ന് അറിയാൻ കഴിഞ്ഞ 30-ാം തീയതി നടത്തിയ പ്രസംഗത്തിൽ ഇയാൾ പറഞ്ഞു, പള്ളിക്കൽ ബസാർ അടക്കമുള്ള സ്ഥലങ്ങളിൽ നടക്കുന്ന പ്രശ്നങ്ങളെ കാരണം സമസ്തയിലെ അഭിപ്രായ വ്യത്യാസമാണ്. അയാൾ പറഞ്ഞത് വളരെ സത്യമാണ്. സമസ്തയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി മാറിപ്പോയതിനു ശേഷമാണ് നാടുകളിൽ പ്രശ്നമുണ്ടായത്. സമയച്ചുരുക്കം കൊണ്ട് ഞാൻ വിഷയങ്ങൾ ചുരുക്കി കാര്യങ്ങൾ കേൾപ്പിക്കുന്നു. കഴിഞ്ഞ 30-ാം തീയതി വടശ്ശേരി ഹസൻ മുസ്ലിയാർ ഇവിടെ നടത്തിയ പ്രസംഗത്തിന്റെ ആ ഭാഗം നിങ്ങളൊന്ന് കേൾക്കും. നമുക്കറിയാം, പള്ളിക്കൽ ബസാറിൽ പ്രശ്നമുണ്ടായി. ഇതുപോലുള്ള പ്രശ്നങ്ങൾ പല മഹല്ലുകളിലും ഉണ്ടായി. ചിലയിടങ്ങളിൽ പരിഹരിക്കപ്പെട്ടു, പലയിടങ്ങളിലും അത് തുടരുകയുമാണ്. അത് തുടർന്നുകൊണ്ടിരിക്കും. കാര്യങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകളാണ്. നാട്ടിൽ ഇങ്ങനെ പ്രശ്നം തീരണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവില്ല. കാരണം ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടെന്നെങ്കിൽ നിങ്ങളെ ബന്ധപ്പെട്ട ആളുകൾക്ക് പെരയിൽ അയിലൊക്കെ വാങ്ങി കുട്ടികളെ വെള്ളം നിറച്ചിങ്ങനെ പോകണമെങ്കിൽ നാട്ടിൽ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കണം. പ്രശ്നം തീരുക എന്നുള്ളത് മസ്ലഹത്ത് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന നല്ല മനസ്സുണ്ടാകുന്നവരിൽ നിന്നാണ് ഇങ്ങനത്തെ നല്ല ചിന്ത ഉണ്ടാവുകയുള്ളൂ. അപ്പൊ നിങ്ങനെ മുന്നോട്ട് പോകണമെന്നാണ് നിങ്ങൾ ആഗ്രഹമായതുകൊണ്ട് അങ്ങനെ പല ഭാഗത്തും കേസ് മുന്നോട്ട് പോകുന്നു. പ്രശ്നങ്ങളുടെ എല്ലാം പ്രധാനമായ കാരണം സമസ്ത കേരള ജമീയത്തുൽ ഉലമയിൽ രണ്ടഭിപ്രായമുണ്ടായി എന്നതാണ്. അത് വളരെ സത്യങ്ങൾ പറഞ്ഞ് കാണുമ്പോൾ സർവത്ത് വാങ്ങിത്തരണ്ട്. അവർ സമസ്ത കേരള ജമീയത്തുൽ ഉലമയിൽ പ്രശ്നങ്ങളുണ്ടായി എന്നതാണ് ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളുടെയൊക്കെ കാരണം. സാധു എന്ത് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് അറിയില്ല. അതിനെ തുടർന്ന് 989 സമസ്ത കേരള ജമീയത്തിനെ പുനഃസംഘടിപ്പിച്ചു എന്നതാണ്. അത് വളരെ നുണയങ്ങൾ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ സത്യാന്നും പറഞ്ഞു, നുണയെന്ന് പറഞ്ഞാൽ നുണയെന്ന് ഞങ്ങൾ പറയും. 1989 ആരാ ഇവിടെ സമസ്ത പുനഃസംഘടിപ്പിച്ചത്? നേരത്തെ ബഹുമാനപ്പെട്ട സമദ് സാഹിബ് സൂചിപ്പിച്ചതുപോലെ 40 മുശാവറാംഗങ്ങളിൽ നിന്ന് 6 ആളുകൾ മാറിപ്പോയി, 34 ആളുകളെ പുറത്താക്കി. ആ 34 ആളുകളെ പുറത്താക്കി ഇങ്ങനെ 6 ആൾ കൂടിയിട്ട് എന്ത് സമസ്തങ്ങളെ പുനഃസംഘടിപ്പിച്ചത്? അങ്ങനെയാണ് ഈ പുനഃസംഘടിപ്പിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് പറയട്ടെ.
യഥാർത്ഥത്തിൽ പുനഃസംഘടിപ്പിക്കപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അടുത്താണ് നീതിയും സത്യവും ഉള്ളത് എന്ന് മനസ്സിലാക്കിയ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾ, പള്ളിക്കൽ ബസാർ അടക്കമുള്ള മഹല്ലുകളിലെ ജനങ്ങൾ ആ നേതൃത്വത്തിന്റെ കീഴിൽ അണിനിരന്നപ്പോൾ കേവല ഭൗതിക കാര്യലാഭങ്ങൾക്ക് വേണ്ടി സംഘടിച്ച് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദീനുമായി ബന്ധമില്ലാത്ത മറ്റൊരു വിഭാഗം മറ്റേ വിഭാഗത്തിന്റെ ഒപ്പം കൂടുകയും ചെയ്തതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാടുകളിലുണ്ടായ പ്രശ്നം. അപ്പോ ഒരേ വാക്കിൽ 5 മിനിറ്റിനുള്ളിൽ തീരുന്നതിന് മുമ്പ് നാട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് 2 കാരണമാണ് ഇയാൾ പറഞ്ഞത്. അങ്ങനെ സമസ്തയിൽ നിന്ന് മാറിപ്പോയി പുനർസംഘടിപ്പിച്ച് ഉണ്ടാക്കിയ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, എവിടെ ഞങ്ങളെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പുനർസംഘടിപ്പിച്ചത്? നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, നിങ്ങൾ പുനർസംഘടിപ്പിച്ചു എന്ന് പറയുന്ന തട്ടിക്കൂട്ടിയുണ്ടാക്കിയ നിങ്ങളുടെ സംഘടന സമസ്ത കേരള സുന്നി ജംഇയ്യത്തുൽ ഉലമയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പേരിൽ നിങ്ങൾക്കൊരു സംഘടന ഇല്ലേ ഇല്ല. ഇതിന്റെ പേരും ഇതിന്റെ കൊടിയും ഇതിന്റെ സ്വീകാര്യതയും ഇതിന്റെ ജനപങ്കാളിത്തവും നിങ്ങൾ പരസ്യമായി കെട്ടെടുക്കുകയായിരുന്നു. ഈ വിഷയങ്ങളിൽ ഒരു സത്യം നിങ്ങളുടെ ഭാഗത്തുണ്ടായിട്ടില്ല. ഏതായാലിരിക്കട്ടെ, കാന്തപുരം പി അബൂബക്കർ മുസ്ലിയാർ സമസ്തയിൽ നിന്ന് മാറി നിന്നതിന്റെ ശേഷം നാടായ നാടുകളിൽ മുഴുവനും പ്രശ്നങ്ങളായി, എല്ലാ സ്ഥലത്തും കുഴപ്പങ്ങളായി. ഐക്യത്തോടെ നിന്നവർ പരസ്പര ബന്ധവൈരികളായി, ബാപ്പാനെ കണ്ടാൽ മിണ്ടാത്ത മക്കളുണ്ടായി. മദ്രസയിൽ അലിഫും ബാവും പഠിപ്പിച്ച പ്രിയപ്പെട്ട ഗുരുനാഥനെ കണ്ടാൽ പോലും ഗ്രൂപ്പിന്റെ പേരിൽ പുച്ഛിക്കുന്ന സാഹചര്യമുണ്ടായി. നാടിലെ ദീനിന്റെ ശിയാറുകളൊക്കെ തച്ചു തകർക്കപ്പെട്ടു. ഇങ്ങനെ എല്ലാത്തിനും സമസ്തക്കും സമാന്തരമുണ്ടാക്കിയതുപോലെ എല്ലാത്തിനും സമാന്തരമുണ്ടാക്കി. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാക്ക് സുന്നി ജംഇയ്യത്തുൽ ഉലമ എന്ന പേര് സമാന്തരമുണ്ടാക്കി. മഹല്ലുകൾക്ക് സമാന്തരമുണ്ടാക്കി. ഹാലിക്ക് സമാന്തര കാലിമാരെ ഉണ്ടാക്കി. പള്ളികൾക്ക് സമാന്തര പള്ളിന്റെ മുമ്പിൽ അതേ രൂപത്തിൽ അറബിൽ ഖുത്ബ ഓതുന്ന പള്ളികൾ ഉണ്ടാക്കി. മദ്രസകൾക്ക് സമാന്തരമുണ്ടാക്കി. അവസാനം മജ്ലിസുൻ നൂറിന് സമാന്തരം ഉണ്ടാക്കി. മഹാനായ പാണക്കാട് ആറ്റപ്പൂത്തങ്ങൾ ഇജാസത്ത് നൽകി. ലക്ഷോപലക്ഷം വരുന്ന വിശ്വാസികൾ മലയാളികൾ എവിടെയൊക്കെയുണ്ടോ അവിടെ മുഴുവനും മജ്ലിസുൻ നൂർ സജീവമായി ചൊല്ലി ആളുകളൊക്കെ ഇതിലേക്ക് വരാൻ തുടങ്ങി. ഏപ്പിക്കാരായ പെണ്ണുങ്ങളും പുതിയാപ്പിളാരെ കിടത്തുറക്കിയിട്ട് മജ്ലിസുൻ നൂറിന് വരാൻ തുടങ്ങി. ഗത്യന്തരമില്ലാതെ വന്നപ്പോ ഫുലാന് പുലു ഫുലാൻ മലപ്പുറത്ത് വെച്ച് അയാളും ഇജാസത്ത് കൊടുത്ത് ഒരു ഫിത്നയ്ക്ക് വേണ്ടിയിട്ട് സദസ്സവരം തുടങ്ങി. എന്തിനാ ഞങ്ങൾ സമാന്തരം ഉണ്ടാക്കാതെ പോയത്? അങ്ങനെ പോയി ഖുതുബിയത്തിനും സ്വലാത്തിനും ദിക്റിനും എല്ലാത്തിനും സമാന്തരമുണ്ടാക്കി. ഐക്യത്തിൽ പോകുന്ന സ്ഥലങ്ങളിൽ മുഴുവനും നിങ്ങൾ കുഴപ്പങ്ങളുണ്ടാക്കി. എത്രയോ സ്ഥലങ്ങൾ കേരളത്തിന്റെ മണ്ണിലുണ്ട്. കാളികാവ ഭാഗങ്ങളിലേക്ക് പോയി നോക്കിയാൽ, നിലമ്പൂരിന്റെ പല ഭാഗങ്ങളിൽ പോയി നോക്കിയാൽ ഒളിഞ്ഞു വീഴാനായ പള്ളികളുണ്ട്, മദ്രസകളുണ്ട്. അവിടെ പോയി പാവപ്പെട്ട ആളുകൾക്ക് നിസ്കരിക്കാൻ പള്ളിയും അതുപോലെ പഠിക്കാൻ മദ്രസയും ഉണ്ടാക്കിയാൽ എത്ര നന്മയാണ്. അതൊക്കെ മാറ്റി പള്ളികൾക്ക് മുമ്പിൽ പള്ളിയുണ്ടായി. വല്ലദീന ഇത്തഖദൂ മസ്ജിദൻ ളിറാറൻ വകുഫ്റൻ വതഫരീഖൻ ബൈനൽ മുഅ്മിനീൻ. സാധുക്കളായ മുഅ്മിനീങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ, പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ഇത്തരം പ്രവർത്തനങ്ങൾ സജീവമായി കൊണ്ട് നിങ്ങൾ നടത്തി. അതിന് നിങ്ങൾക്ക് ഏത് നീചകൃത്യങ്ങളും ചെയ്യാൻ നിങ്ങൾക്ക് മടിയില്ല. ഇവിടെ നോക്കൂ, നിങ്ങൾ പള്ളിക്കൽ ബസാറിൽ ആ കാര്യങ്ങളൊക്കെ ഇവിടെ വിശദീകരിച്ചു. പാവപ്പെട്ട മുഅ്മിനീങ്ങൾ മഗ്‌രിബ് നിസ്കരിക്കാൻ വേണ്ടി വുളു എടുത്ത് പള്ളിയിലേക്ക് വന്ന പാവപ്പെട്ട മുഅ്മിനീങ്ങൾക്ക് നേരെ പട്ടികയുടെ മുകളിൽ ആണിയടിച്ച് പാവപ്പെട്ട മുഅ്മിനീങ്ങളുടെ തലയിലേക്ക് അടിച്ചു. നിങ്ങൾ എത്ര ക്രൂരമായ കൃത്യമാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കർസേവകർ പോലും ചെയ്യാത്ത പ്രവർത്തനങ്ങൾ. മുടിക്കോട് പാവപ്പെട്ട മുഅ്മിനീങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ പള്ളിയിൽ മജ്ലിസുൻ നൂർ കൂട്ടമായി നടത്തി. ആ മജ്ലിസുൻ നൂർ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന പാവപ്പെട്ട മുഅ്മിനീങ്ങൾക്ക് നേരെ ഭീകരമായ ആക്രമണം നടത്തി. നിങ്ങൾ വലിയ വലിയ ഇരുമ്പിന്റെ കമ്പികളെ കൊണ്ട് മൂർധാവിലടിച്ചു. വലിയ വലിയ ചുറ്റികകളെ കൊണ്ട് പാവപ്പെട്ട സമസ്തയുടെ പ്രവർത്തകന്മാരെ മൂർധാവിലടിച്ചു. നിങ്ങൾ ഇങ്ങനെ ക്രൂരമായ അക്രമങ്ങൾ അഴിച്ചുവിട്ട് നാടായ നാട് മുഴുവൻ നിങ്ങൾ ഫിത്നയുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് നമ്മുടെ എല്ലാം ആവേശമായിരുന്ന മഹാനായ മർഹൂം നാട്ടിക ഉസ്താദ്, അള്ളാഹു ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. മഹാനായ നാട്ടിക ഉസ്താദ് പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഈ വിഭാഗത്തെ അടുപ്പിക്കാൻ പാടില്ല. മഹാനവിടെ വാക്ക് സാന്ദർഭികമായിട്ട് നിങ്ങൾ നിൽക്കുക. മുസ്ലിമീങ്ങളിൽ ആര് ഒരു മഹലിലുണ്ടായാലും ഈ വിഭാഗത്തെ മഹലിൽ അടുപ്പിക്കാൻ പാടില്ല. കാരണം ഇസ്ലാമിന്റെ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ശത്രുവാണിവർ. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നടത്തിയ പ്രസംഗമാണിത്. ഇവരെ മഹല്ലുകളിൽ അടുപ്പിക്കാൻ പാടില്ല, ദീനീയ സ്ഥാപനങ്ങളിൽ അടുപ്പിക്കാൻ പാടില്ല.
ഇസ്ലാമിന്റെ ശിആറുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിനും അടുപ്പിക്കാൻ പാടില്ല. ഇവർ ദീനിന്റെ പരസ്യമായ ശത്രുക്കളാണിവർ. എവിടൊക്കെ ദീനിന് നേട്ടമുണ്ടാവോ അവിടൊക്കെ കുഴപ്പമുണ്ടാക്കുന്നവരാണിവർ. അടുപ്പിക്കാൻ പാടില്ല. അടുപ്പിക്കാൻ പാടില്ല. കാരണം ഇസ്ലാമിന്റെ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ശത്രുവാണിവർ. ഉത്തരവാദിത്തബോധത്തോടുകൂടി പറയുന്നതാണ്. ഈ നൂറ്റാണ്ടിൽ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവാണ്. എന്തുകൊണ്ട്? മുസ്ലിമീങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കണം എന്നതിൽ കവിഞ്ഞ് ആശയപരമായ ഒരു പ്രശ്നമല്ല, എല്ലാം ആമാശയ സംബന്ധിയാണ്. ആശയ സംബന്ധിയല്ല, ആമാശയ സംബന്ധി. സലാത്തു ആമാശയത്തിനാണ്, ദിക്റു ആമാശയത്തിനാണ്. പിരിവ് കൊടുക്കാതിരുന്നവർക്ക് സലാത്ത് താനെ പിരിച്ചു കൊടുക്കും. അരക്കാശ് കൊടുക്കാതിരുന്നാൽ മതി. അരക്കാശ് കൊടുക്കാതിരുന്ന താനെ പിരിച്ചുകൂടും. ഞാൻ പിന്നെ പറയാം, പക്ഷെ അധികം പറഞ്ഞോളാം. താനെ പിരിച്ചുകൂടും. എല്ലാം ആമാശയ സംബന്ധിയാ, ആശയ സംബന്ധിയല്ല. എനിക്കറിയാവരെ, നിങ്ങൾക്കാർക്കും എന്നെ പോലെ അറിയില്ലല്ലോ. എനിക്ക് നന്നായി അറിയാം. നിങ്ങൾ ആളുകളെ പരിചയപ്പെടാൻ പോണേ ഉള്ളൂ. കണ്ടോളൂ, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് എന്നെ ബഹുമാനപ്പെട്ട നാട്ടിൽ ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ അവരെ പരിചയപ്പെടാൻ പോണേ ഉള്ളൂ. എനിക്കോലറിയാ, ഓനെ കൂടെ പ്രവർത്തിച്ചവർക്കും അവിടെ ഉള്ളുകള്ളുകൾ അറിയുന്നവർക്കും വ്യക്തമായി അറിയാം. ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ പള്ളിക്കൽ ബസാർ പള്ളി നിയമാനുസൃതം എല്ലാ രേഖകളും പരിപൂർണമായി സമസ്തക്കനുകൂലമായി നിയമാനുസൃതം ബന്ധപ്പെട്ട ആളുടെ ഭാഗത്തിൽ നിന്നുള്ള എല്ലാ സപ്പോർട്ടോടുകൂടെ നിയമാനുസൃതം ദിവസങ്ങൾ താമസമെടുത്ത് അറിയിക്കേണ്ടതൊക്കെ അറിയിച്ച് വ്യക്തമായി നടത്തിയ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പ് നടക്കുകയും ആ തെരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞതിന് ശേഷം വമ്പിച്ച ഭൂരിപക്ഷത്തിൽ സമസ്തയുടെ പാനൽ വിജയിക്കുകയും അങ്ങനെ സമസ്തക്കനുകൂലമായി വിധി ലഭിച്ച ഈ പള്ളിക്കൽ ബസാറിലെ പള്ളി നമ്മൾ ആലോചിക്കണം. കള്ളത്തരത്തിലൂടെയും അക്രമത്തിലൂടെയും പിടിച്ചെടുക്കാൻ പോവുകയാണ്. അതിനുള്ള തന്ത്രങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ വിനയത്തോടുകൂടെ പള്ളിക്കൽ ബസാറിലെ പ്രവർത്തകർക്ക് വേണ്ടി, ഇതിനു വേണ്ടി ഓടിച്ചാടി നടക്കുന്ന പ്രവർത്തകർക്ക് വേണ്ടി സദസ്സിനോട് ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. ഇവിടെ തെരഞ്ഞെടുപ്പിൽ എല്ലാ നിലക്കുമുള്ള പിന്തുണയിൽ നിയമാനുസൃതം സമസ്തക്ക് വിധി വന്ന പള്ളിക്കൽ ബസാറിലെ പള്ളി കാരന്തൂരികളുടെ മുടി കച്ചവടത്തിന് വിട്ടുകൊടുക്കണോ, കൊടുക്കണ്ടേ? എന്താ നിങ്ങളുടെ അഭിപ്രായം? കാരന്തൂരികളുടെ മുടി കച്ചവടം വിട്ടുകൊടുക്കാൻ പറ്റുമോ? ഈ സമസ്തയുടെ പ്രവർത്തകന്മാരുള്ള കാലത്തോളം പള്ളിക്കൽ ബസാറിലെ പള്ളി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ മുടിക്കച്ചവടം അനൗൺസ് ചെയ്യാൻ വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അവിടുന്നല്ലേ പ്രശ്നം തുടങ്ങിയത്, അവിടുന്നല്ലേ കുഴപ്പമുണ്ടായത്. ആ പ്രശ്നത്തിന് പരിഹാരമെന്നോണം അന്ന് സമസ്തയുടെ പ്രവർത്തകന്മാർ രണ്ടാമത്തെ വെള്ളിയാഴ്ച അനൗൺസ് ചെയ്യാൻ പറഞ്ഞത് ഇവിടെ അനൗൺസ് ചെയ്യുന്നിരുന്നുവെങ്കിൽ ഇവിടെ പ്രശ്നം ഉണ്ടാകുമായിരുന്നു. നിങ്ങൾക്ക് എന്ത് മസ്ലഹത്താണുള്ളത്? എന്ത് നന്മയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതൊക്കെ പോകട്ടെ. കഴിഞ്ഞ പ്രസംഗത്തിൽ ഒരു ഫുലാന് ഭീഷണി. എന്താ ഭീഷണി? ഞങ്ങൾ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകൂല, ഇതിന്റെ പരിസരത്ത് ഞങ്ങളുണ്ടാകും, നിങ്ങളെ പിന്നാലെ ഞങ്ങൾ നിങ്ങളെ വെറുതെ വിടൂല എന്ന അയാളെ പ്രസംഗം ഒന്ന് കേൾക്കി. നിങ്ങൾ വലിയൊരു കുടിയുണ്ട്. ഞങ്ങള് ഇങ്ങനെ ഒരു സമ്മേളനം വിളിച്ചുകൂട്ടി, അതേപോലെ നേരത്തെ ഒരു പ്രകടനം നടത്തി, ഞങ്ങളുടെ വികാരം പ്രകടിപ്പിച്ചിട്ട് ഞങ്ങളങ്ങോട്ട് മാറി നിൽക്കുന്നു കരുതണ്ട. അങ്ങനെ ഞങ്ങൾ മാറിക്കാൻ പറ്റൂ, ഞങ്ങളെ മാറിക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല. എവിടുക്ക അങ്ങനെ മാറണോ? നാട്ടിൽ പിറ്റേ കുഴപ്പമുണ്ടായിട്ട് നിങ്ങൾ മാറി നിൽക്കേ, നിങ്ങൾ ഒളിച്ചു നിൽക്കുന്ന സ്ഥലത്ത് പിടിച്ചുകൊണ്ടുവരും. ഞങ്ങള് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണം. ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ മാറി നിൽക്കുന്നു, മാറി ഞങ്ങളെ പിടിച്ചുകൊണ്ടില്ല. ഞങ്ങളങ്ങോട്ട് മാറി നിൽക്കുന്നു കരുതണ്ട, ഇതിന്റെ പരിസര പ്രദേശത്ത് ഞങ്ങൾ ഉണ്ടാകും, നിങ്ങളെ തെരഞ്ഞു തന്നെ ഉണ്ടാകും. നിങ്ങൾ പുകഴ്ത്തും. ഞങ്ങളുടെ കൈയും ഞങ്ങളുടെ കാലും വായിച്ചൊക്കെ നേരിട്ട് ഞങ്ങള് വലിയ കുളൂസിറക്കല്ലേ. എന്താണ് പറഞ്ഞത്? ഇതിന്റെ പരിസരത്ത് ഞങ്ങളുണ്ടാവും, ഞങ്ങൾ നിങ്ങളെ വരക്കാക്കും, നിങ്ങളെ വന്നതേ ഓർമ്മ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് സമസ്തയുടെ പ്രവർത്തകന്മാരുടെ ഈ രൂപത്തിലുള്ള ആത്മസംയമനവും നേതാക്കന്മാരുടെ ശക്തമായ നിർദ്ദേശവുമാണ്. രണ്ട് കാലം നിങ്ങൾ നടക്കണമെന്നുള്ള ഓർമ്മ നിങ്ങൾക്ക് വേണം. നിങ്ങളുമാരി പറയാൻ ഞങ്ങളെ നാമൊന്നും കനറ ബാങ്കിൽ പണയം വെച്ചിട്ടില്ല. ഇതൊക്കെ ഞങ്ങൾക്ക് നല്ലോണം പറയാനറിയും. മൂപ്പര് നടക്കുന്നൊന്നുകൂടി പറയട്ടെ. ഞങ്ങള് ഇങ്ങനെ ഒരു സമ്മേളനം വിളിച്ചുകൂട്ടി, അതേപോലെ നേരത്തെ ഒരു പ്രകടനം നടത്തി, ഞങ്ങളുടെ വികാരം പ്രകടിപ്പിച്ചിട്ട് ഞങ്ങളങ്ങോട്ട് മാറി നിൽക്കുന്നു കരുതണ്ട, ഇതിന്റെ പരിസര പ്രദേശത്ത് ഞങ്ങൾ ഉണ്ടാകും, നിങ്ങളെ തെരഞ്ഞു തന്നെ ഉണ്ടാകും. തെരഞ്ഞു വരുമ്പോ ഒറ്റക്ക് പോരാ, നാലാളും കൂട്ടി കാണേണ്ടി. ഒറ്റക്ക് പോരണ്ട.
നേരത്തെ ബഹുമാനപ്പെട്ട ജബ്ബാർ ഹാജി ആ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഭീഷണികളും ഇങ്ങനെയുള്ള പോക്കിരിത്തരവും അതൊക്കെ പണ്ടായിരുന്നു. ആ കാലം കഴിഞ്ഞിട്ടുണ്ട്, കഥ മാറിയിട്ടുണ്ട്, കാലം മാറിയിട്ടുണ്ട്. ആരോടങ്ങളെ പോക്കിരിത്തരം നടക്കണങ്ങള്? കഴിഞ്ഞ പ്രസംഗത്തിൽ മാന്യമായി ഞങ്ങൾ കാര്യങ്ങൾ വിശദീകരിച്ചു. ഇവിടെ ഒരാളെ സംബന്ധിച്ചും വ്യക്തിഹത്യ നടത്തിയിട്ടില്ല, ഒരാളെ ചീത്ത പറഞ്ഞിട്ടില്ല. ആ ഒരു പാരമ്പര്യം ഞങ്ങൾക്കില്ല. കാരണം നിങ്ങൾക്ക് ബേജാറുണ്ടാവുമെന്ന് ഞങ്ങൾക്കറിയാം, നിങ്ങൾക്ക് വയറിളക്കുണ്ടാവുമെന്ന് ഞങ്ങൾക്കറിയാം. കാരണം മണ്ണാർക്കാട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം കാര്യങ്ങളൊക്കെ കീഴ്മേൽ മറിഞ്ഞു. ദുആന്റെ ഇജാബത്തൊക്കെ ഇൻഇകാസുൽ-ഉമൂറായിട്ട് നേരെ കുത്തനെ വരാൻ തുടങ്ങി. അതിൽ വിരളി പിടിച്ചു നടക്കുകയാണ്. കാര്യങ്ങൾ മണ്ണാർക്കാട് നടക്കുന്ന സംഭവങ്ങളൊക്കെ. മണ്ണാർക്കാട് അടുത്ത ദിവസം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഈ ഇവരുടെ സ്ഥാപനത്തിന്റെ ബന്ധപ്പെട്ട ആളുകൾ പിരിവിന് പോയി മണ്ണാർക്കാട് മണ്ഡലത്തിൽപ്പെട്ട ഒരു വീട്ടിൽ. അങ്ങനെ പിരിവിന് ഇവർ അങ്ങോട്ട് ചെന്ന പരക്കാരം പോരെന്ന് വേറെ റെസീറ്റ് എടുത്തിട്ട് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾ മുമ്പ് പിരിച്ചിന്റെ റെസീറ്റാണ്, ആ റെസീറ്റ് അങ്ങോട്ട് തരാം, അന്ന് തന്നിന് കായും കെട്ടി തരികയാണ്. ഓരോരോ പൊരയെന്ന് പണ്ട് കൊടുത്തിന്റെ റെസീറ്റാണ് കൊടുത്തിട്ട് കായും കെട്ട് വാങ്ങുകയാണ്. അത് ഒരു രംഗം മാത്രം നിങ്ങൾ കണ്ടോളൂ, സമയമില്ലാത്തതുകൊണ്ട് കൂടുതൽ കാണിക്കണില്ല. ഈ റെസീറ്റ് നിങ്ങൾക്ക് പോരാ, ഞങ്ങൾ തന്ന പൈസ തിരിച്ചു തരാൻ, നിങ്ങൾ തന്ന പൈസ തിരിച്ചു തരാൻ ഈ റെസീറ്റ് പോരാ. കണ്ടങ്ങൾ ഒരു വലിയൊരു തലയെക്കെട്ട് മൂല്യാനും 3-4 ആൾക്കാരും പിരിവിന് മണ്ണാർക്കാട് മണ്ഡലത്തിലുള്ള സ്ഥാപനത്തിന് ഓലിങ്ങനെ വലിയ ബാഗുമായിട്ട് വന്നു പിരിവിന്. ഇവര് പരക്കാരൻ നല്ലോണം കൊടുക്കുന്ന കരുതിയത്. ഇവരെ കണ്ടപ്പോ പരക്കാരൻ പരന്റെ ഉള്ളിലെ മുമ്പത്തെ മാസം പിരിച്ച റെസീറ്റായിട്ട് വന്നിട്ടാണ് കൊടുത്തു. ഇതാ റെസീറ്റാണ് കൊണ്ടേക്കൊണ്ട് കായും കെട്ടി തരികയായിരുന്നു. അതിങ്ങനെ രണ്ടു നേരം ഈ നോട്ടീസ് നിങ്ങൾ ഇതേ നോട്ടീസ് ഇവിടെ കൊടുത്തു. ഈ നോട്ടീസ് പറഞ്ഞ ഒരു കടലാസ് സ്റ്റിക്കർ കിട്ടിയ കുട്ടികളുണ്ട്. നിങ്ങൾ കൊണ്ടുപോയിക്കോളെ, ആ പൈസ പോയിക്കോളെ. ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് കാന്തപുരത്തിന്റെ തട്ടിപ്പേറ്റ് നടക്കുന്ന നിങ്ങൾക്ക് അങ്ങനത്തെ പൈസ തരൂല. നമ്മൾ കാന്തപുരത്തിന്റെ തട്ടിപ്പിന് ഒരു റുപ്യ കൊടുക്കില്ല. പണ്ട് മണ്ണാർക്കാട് അങ്ങനെ വർത്താനം കേട്ടി നിങ്ങള്? മണ്ണാർക്കാട്ടേരാണ് പറയണത് കാന്തപുരത്തിന് തട്ടിപ്പിന് നയാ പൈസ നിങ്ങൾ തരൂല. അത് പറയാനുള്ള ധൈര്യവും സ്ഥൈര്യവും അത് പറയാനുള്ള ചങ്കൂറ്റുണ്ടായത് ദുആ തല കുത്തനാണ് പറഞ്ഞുകൊണ്ടാണ്. നോട്ടീസ് നിങ്ങൾ കൊണ്ടുപോയിക്കോളെ. കുട്ടികൾ ചീന്തിട്ട് കടലാസിൽ ഇവിടെ വന്നാൽ പിന്നെ എങ്ങനെ തരാം? നിങ്ങൾക്ക് ഈ റെസിപ്റ്റ് സഹിതമുള്ള പൈസ തരാൻ പറ്റുമോ? നിങ്ങൾ ഇവിടെ വന്നുകാണ്ട് പെണ്ണുങ്ങളെ പറ്റിച്ചിങ്ങാണ്ട് നിങ്ങൾ ഈ പൈസ ആയിട്ട് പോയാൽ നിങ്ങളിത് സമസ്തന്റെ സ്ഥാപനം തന്നെ. എന്റെ കാരണവർ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ എന്തിന്റെ സ്ഥാപനം എന്നാ പറഞ്ഞത്? ഒരു മിനിറ്റ്, കാന്തപുരത്തിന്റെ സ്ഥാപനമാണ്. എന്തുകൊണ്ട് നിങ്ങൾക്ക് തുറന്നു പറഞ്ഞൂടാ? അതും പറയാൻ പറ്റൂല. അങ്ങനെ പറയാൻ പറ്റുന്നൊരു കാലുണ്ട്. ഇനിയിപ്പോ കാന്തപുരത്തിന്റെ സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഇത് ചേരാട്ടിന്റെ മുഖത്ത് കോലും തീക്കൊള്ളി കാട്ടിയമാര് ചുളിച്ചിലാണ് എല്ലാവർക്കും. അപ്പൊ അത് പറയില്ല, ആ പാണക്കാട്ട് തങ്ങളതിന്റെ പ്രസിഡന്റാണ്, അല്ലെങ്കിൽ സമസ്തന്റെ സ്ഥാപനാണ് എന്ന ഒരു മൊത്തത്തിലൊരു മുത്തലക്കം വർത്താനാണ് പറഞ്ഞിട്ട് പിരിച്ചു പോകലാണ്. ഇപ്പൊ പെണ്ണുങ്ങൾക്കും തിരിഞ്ഞു, പരക്കാർക്കും തിരിഞ്ഞു. എന്താ സ്ത്രീകളായിട്ട് ആണുങ്ങൾ സംസാരിക്കണ്ട, ആണുങ്ങൾ തമ്മിലാ സംസാരിക്കല്ലേ? ഞാൻ പോടല്ലേ, അതുകൊണ്ടാ പറഞ്ഞത്. സ്ത്രീകളായിട്ട് നിങ്ങൾ എങ്ങനെ സംസാരിക്കല്? സ്ത്രീകൾ എന്തിനാ വിളിക്കണേ? നിങ്ങൾ കൊണ്ടുപോയിക്കോളി എന്നറിയില്ല. അതിനൊക്കെ നോട്ടീസ് തരാൻ സൗകര്യമില്ല. നോട്ടീസ് തരാൻ സൗകര്യമില്ല. നോട്ടീസ് തരാൻ സൗകര്യമില്ല. പറഞ്ഞയച്ചു. ഇങ്ങനെ ഓരോ ഭാഗത്തുനിന്നും വീടുകളിൽ നിന്ന് പിരിവിന് വരുന്ന കാന്തപുരത്തിന്റെ അനുയായികളെ ഓരോ വീട് ആട്ടി പറഞ്ഞയച്ചാൽ നാട്ടിലൊരിതൊക്കെ സമാധാനം ഉണ്ടാവും. ഇങ്ങനെയൊക്കെ പിരിച്ചുണ്ടാക്കി കൊണ്ടുപോണ പൈസ കൊണ്ട് എന്തെങ്കിലും ഒരു നന്മ ചെയ്യാണെങ്കിൽ തരക്കടില്ല. മുഴുവനും ഫിത്ന, മുഴുവനും ഫസാദ്. ഇങ്ങനെ തട്ടിപ്പ് നടത്തി കളവ് പറഞ്ഞുണ്ടാക്കുന്ന പൈസ കൊണ്ട് ഏലും മാലുമായിട്ട് അവനാനെ ഹാരായിട്ട് തീരാണെങ്കിൽ തരക്കടില്ല. അതുകൊണ്ട് നാട്ടിൽ ഫിത്ന ഉണ്ടാക്കുക, അതുകൊണ്ട് കേസ് നടത്തുക, അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. എവിടെയും തട്ടിപ്പുകളാണ്, എവിടെയും തട്ടിപ്പുകൾ. ഞാൻ പഴയ വിഷയങ്ങളിലേക്കൊന്നും കടക്കണില്ല. ഇങ്ങനെ തട്ടിപ്പുകളും പ്രശ്നങ്ങളുമായി നാട്ടിൽ നടന്നു. നേരത്തെ ബഹുമാനപ്പെട്ട സമദ് സാഹിബ് സൂചിപ്പിച്ചതുപോലെ അവസാനം സ്വർഗത്തിലേക്കുള്ള പെട്ടിയുമായി വന്നു. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്. അപ്പൊ സ്വർഗത്തിക്കുള്ള പെട്ടി വന്നപ്പോ പലരും ചോദിച്ചു, മുമ്പുണ്ടേനെ കുറെ പെട്ടിയും കടലാസും, മുമ്പുണ്ടേനെ പിരിവൊക്കെ എന്തായി? അതൊക്കെ സ്വാഹ ഒക്കെ പോയി. അത് ചോദിക്കാൻ പാടില്ല. കുരുത്തക്കേടല്ലേ, വലിയ മഹാനല്ലേ, ആലിമുല്ലാലമല്ലേ, അല്ലാമല്ലേ, ചോദിക്കാൻ പാടില്ല. അവസാന സ്വർഗത്തിക്കൊരു പെട്ടി. അതിൽ ഈ പഴയ പിൻവലിച്ച നോട്ടിട്ടാൽ നരകത്തിക്കും, നല്ല നോട്ടിട്ടാ സ്വർഗത്തിക്കും. നിങ്ങളൊന്ന് ആലോചിച്ചു കാണി. ആരാ കൊടുക്കണു? മൂപ്പര മോനെ, ബാപ്പാക്കൊത്ത മകനും. കാരണം മൂപ്പര കാലം ഏതാനും കഴിയാനായി. ആ ബാപ്പാന്റെ കാലം കഴിയുമ്പോഴേക്കില് തട്ടിപ്പിനും വെട്ടിപ്പിനുള്ള സകലമാന ഇജാസത്ത് കൊടുത്തിട്ട് മകനെ വളർത്തുകയാണ്. മൂക്കിന്റെ തലക്കൽ കണ്ണാടിയും വെച്ചിട്ട് അത് ഉദ്ഘാടനം ചെയ്യാൻ ഖലീൽ തങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ചാൽ കാണി.
ഈ ഖലീൽ തങ്ങൾ പണ്ട് കേരള യാത്രയിൽ ഉദ്ഘാടനം നടത്തിയത് മൂപ്പര് പറഞ്ഞിട്ടുണ്ടോ? നമ്മളത് മറക്കൂല. എന്താ ഉദ്ഘാടനം? കേരള യാത്ര ഓരോരോ നാട്ടുകൂടി ഇങ്ങനെ പോണ സമയത്ത് ഓരോരോ യൂണിറ്റിനും 5000 റുപ്യയിൽ കുറയാത്ത പൈസ കൊടുക്കുകയായിരുന്നു തങ്ങൾ പാപ്പ. അങ്ങനെ പലരും കൊടുത്തു. 5000 ചുരുങ്ങിയത് കൊടുക്കണം, 50,000 കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ പൈസ തോൽപ്പിച്ചു. തിരുവനന്തപുരത്തൊരു ആസ്ഥാന മന്ദിരമുണ്ടാക്കുന്നത് പറഞ്ഞിട്ട് കൊല്ലങ്ങളായി. ആസ്ഥാനമില്ല, മന്ദിരമില്ല, ഒന്നുമില്ല. ആ തങ്ങളൊക്കെ അത് ഉദ്ഘാടനം ചെയ്യാൻ പോയതിൽ നമുക്ക് വല്ലാത്ത സങ്കടമുണ്ട്. കാന്തപുരത്തിന് മകൻ പറയട്ടെ, വന്നു വാങ്ങാതെയും സംഭാവന കൊടുക്കുന്ന ഒരു ശീലമാണ്. ഗിഫ്റ്റ് പാരഡൈസ് എന്ന് പറഞ്ഞ ഒരു പെട്ടി സ്വന്തം വീട്ടിലുണ്ടാക്കി വെക്കുക, അതിൽ സംഭാവനകൾ നിക്ഷേപിക്കുക. ചെറിയ കുട്ടികൾക്കടക്കം ദാനശീലം വളരാൻ വേണ്ടി അവർക്ക് എല്ലാവർക്കും ഓരോ ബോക്സ് കൊടുക്കുക, അവർക്ക് കിട്ടുന്ന നാണയത്തുട്ടുകൾ അതിൽ നിക്ഷേപിക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? കൊണ്ടോട്ട് തീർച്ച വരുമ്പോ കുപ്പിപ്പള വാങ്ങാൻ പോയിക്കോളിന്നല്ല. അങ്ങനെ അതിൽ പൈസ നിറഞ്ഞാൽ നിറഞ്ഞു വരുമ്പോൾ അതുമായി നേരെ മർക്കസിലേക്ക് വരികയോ വഴിയെത്താൻ പറ്റൂല, നേരെ മർക്കസിലേക്ക് വരിക, എന്നിട്ട് കൊടുത്തയക്കുകയോ ചെയ്യുന്നൊരു സിസ്റ്റമാണ്. കഴിഞ്ഞ വർഷം അൽഹംദുലില്ലാ ആ ഒരു നിർദ്ദേശം മനസ്സിലാക്കിക്കൊണ്ട് ധാരാളം ആളുകൾ ഈ കഴിഞ്ഞ ഷെയറെ മുബാറക്കിന്റെ ദിവസം മർക്കസിൽ അവർ തന്നെ സ്ഥാപിച്ച പെട്ടികളുമായി വന്നു. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഷെയറെ മുബാറക്കിന്റെ ആ ഒഫനത്തിന്റെ വള്ളം കൊടുക്കണം ആരൊക്കെ പെട്ടിയായിട്ട് വന്നു അത്രേ. അപ്പൊ ഇത് വന്നപ്പോ ഇവർക്ക് തോന്നി ഇത് തരക്കടില്ല, അതിന് വ്യാപകമാക്കിയാല് അങ്ങനെയും കൂടി കുറച്ച് കായുണ്ടാക്കാനോ അത് കരുതിയിട്ട് അങ്ങനെ തീരുമാനിച്ചതാണ് അത്രേ. എന്നിട്ട് ജനങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി ഇന്ന് ഈ സദസ്സിൽ തന്നെ ആവശ്യമായ ഗിഫ്റ്റ് ടു പാരഡൈസ് എന്ന് പറയുന്ന ഹദിയത്തുൻ ഇലൽ ജന്ന, സ്വർഗത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്ന ഒരു ബോക്സ്. തോണിയാണെങ്കിൽ തരക്കടില്ല, ഭൂന്നാണ് പോകേനി. ഇത് പെട്ടിമ കൂടെ എങ്ങനെ സ്വർഗത്തിൽ പോണു? ഇങ്ങനെ നോക്കാണികളൊരു കൗമിന്റെ ഒരു ഹാല്. സ്വർഗത്തിക്കൊരു പെട്ടി, സ്വർഗത്തിലുള്ള സ്വലാത്ത് ഞങ്ങൾ കേട്ടുക്കണു, സ്വർഗത്തിലേക്ക് ദിക്ർ കേട്ടുക്കണ്, സ്വർഗത്തിലേക്ക് ഇബാദത്ത് കേട്ടുക്കണ്. ഇനി അടുത്ത കൊല്ലം സുബ്ഹാനല്ലാഹ് എന്ത് കുലുമാലാണ് വരെ അള്ളാഹു അനെ നമുക്കറിയില്ല. ഇങ്ങനെ കൊല്ലാ ഇന്ന് ഇതിനു മുമ്പ് പലയാനും സംഗതി വന്നല്ലോ. അത് എന്തായെന്ന് ചിന്തിക്കാനുള്ളൊരു തന്റെ അതിനുള്ള ഒരു മനസ്സോ ഈ സാധുക്കൾക്കില്ല. മുമ്പ് സുന്നി സിമന്റ് ആണ് വലിയ കുതുകുലുണ്ടാക്കി. സുന്നികൾക്ക് സുന്നി സിമന്റ്, സുന്നിയാള് പേരാഞ്ഞ് സുന്നി സിമന്റ് ഉണ്ടാകുന്ന സുന്നി സിമന്റ് ഉണ്ടാക്കുന്നു പറഞ്ഞു. അതിന് പൊന്മണത്തൊരാള് കുളിയണ്ടായിട്ട് മുന്നോട്ട് വന്നു. ഇന്നിപ്പോ അയാളെ സംബന്ധിച്ച് ഈ വിഷയത്തിലൊന്നും കേൾക്കാനില്ല. അതിന്റെ ശേഷം ഇവിടെ ഡെന്റൽ മെഡിക്കൽ കോളേജ് കൊണ്ടുവരുന്നു പറഞ്ഞു. സമസ്തയുടെ നേതാക്കന്മാരെയും കുതിര കയറും മുമ്പ് തങ്ങളുടെ നേതാക്കന്മാർ ചെയ്തു കൂട്ടുന്ന വിക്രിയകൾ അതെന്താന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. ഡെന്റൽ മെഡിക്കൽ കോളേജ് കേരളത്തിലെ മുഴുവൻ കോന്ത്രാമ്പല്ലും ഞങ്ങൾ നന്നാക്കി തരാം. അങ്ങനെ കുറെ SSFന്റെ കുട്ടികളത് വന്നിട്ട് പല്ല് നന്നാക്കാൻ നേരത്ത് പല്ല് തേക്കാതെ കുറെ കാലം നടന്നു. എവിടെ വരുന്നു? പല്ല് മുഴുവൻ പീക്കുറ്റി പോയി. അങ്ങനെ ഡെന്റൽ മെഡിക്കൽ കോളേജ് കണ്ടില്ല. കാലം കുറെ കഴിഞ്ഞു പിന്നെ കമാലിയ മെഡിക്കൽ കോളേജ്. ഒരു നിലക്ക് ഒരു സംഗതി പിന്നെ നമ്മൾ കണ്ടില്ല. അവസാനം മുടിപ്പള്ളി വരുന്നു പറഞ്ഞു. അങ്ങനെ മുടിപ്പള്ളി ഇതാ വരുന്നു അവിടെ അതിന്റെ ഉണ്ടാക്കണ്, ഇവിടെ തല ഉണ്ടാക്കണ്, അവിടെ ഫില്ലർ ഉണ്ടാക്കണ്, മറ്റതുണ്ടാക്കണ്. അങ്ങനെ ഉണ്ടാക്കി തീരാത്തൊരു പള്ളി. സുബ്ഹാനല്ലാഹ്. അവസാനം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു, അങ്ങനെ ഒരു പള്ളി ഞങ്ങൾ ഉണ്ടാക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്. ഈ രൂപത്തിൽ കളവ് പറഞ്ഞ്, ഈ രൂപത്തിൽ വഞ്ചിച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് മാറി നിന്നവർ ഈ രൂപത്തിൽ സമുദായത്തെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് പണ്ട് പറഞ്ഞ വിഷയം, ഈ മനുഷ്യൻ കുറെ കാലം കഴിഞ്ഞാൽ ഒരു കൊരൂരന്മാർക്കൊക്കെ ഉള്ളതുപോലെ വാവിച്ചിയായി, ഒരു കാന്തപുരം വാവിച്ചിയായി, ഒരു പ്രവാചകന്റെ പ്രതിരൂപമായി വരുമെന്ന് മഹാനായ ശംസുൽ ഉലമ പറഞ്ഞിടത്തേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നുണ പറയാന് അങ്ങനെയുണ്ടല്ലോ, നുണ പറയൊരു മടിയുടെ സംഗതിയില്ല. ഇവിടെ വന്ന പുരാമാര് മുഴുവനും പച്ച നുണ. അതിലൊരുത്തം പറയാണ്, ഞങ്ങള് പൈസ കൊടുത്താണ്, ഞങ്ങൾ തന്നെ ഏപ്പിക്കാര് പൈസ സ്ഥലം കൊടുത്തിട്ടാണ് പള്ളിക്കൽ ബസാറില് പള്ളി നിർമ്മിച്ചത്. സാധു നിങ്ങൾ എന്നുണ്ടായി 89 ശേഷം 960 ശേഷം പള്ളിക്കൽ ബസാർ ജുമ തുടങ്ങിയിട്ടുണ്ട്. എന്തെങ്കിലും ഒഫലത്ത് വരല? 1960 ശേഷം ജുമ തുടങ്ങിയ പള്ളിക്ക് 89 ഇങ്ങനെ നിങ്ങളെ സ്ഥലത്തിന് സ്ഥലം കൊടുക്കല്? കാരണം നിങ്ങൾക്കത് പറയാ, കാരണം അത് സ്വീകരിക്കാൻ പറ്റണേ ഒരാഫ് കൗമാണ് നിങ്ങളെ മുമ്പിലുള്ളത് എന്ന് പ്രസംഗിക്കുന്നവർക്കറിയാം. ഏതാനും മാസങ്ങൾക്ക് മുമ്പ്
ഈ മണ്ണാർക്കാട് വെച്ചൊരു പരിപാടിയിൽ കാന്തപുരം പറഞ്ഞു, തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു, കുലുമാലൊക്കെ കഴിഞ്ഞു, വലിയ പ്രശ്നങ്ങളും വഴക്കും വക്കാണൊക്കായി. ഞങ്ങളുടെ ഒരൊറ്റ പ്രവർത്തകൻ തെരഞ്ഞെടുപ്പിന്റെ ഇലക്ഷൻ പ്രചരണത്തിന് ഇറങ്ങിയിട്ടില്ല. ഞാനങ്ങനെ ശംസുദ്ദീനെ തോൽപ്പിക്കാനായിട്ട് പറഞ്ഞിട്ടില്ല. മാസങ്ങൾക്ക് മുമ്പ് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്നേതായാലും മനുഷ്യന്മാരൊക്കെ അത് മറന്നില്ലേ, ഇനിയിപ്പോ അത് മുണ്ടണ്ടെന്നല്ല അയാൾ കരുതിയത്. അയാൾ പറഞ്ഞു, അയാളെ വാക്കൊന്ന് കേൾക്കുന്നത് മറ്റൊരു കാര്യം എനിക്ക് പറയാം. അപ്പൊ അതങ്ങനെയാണ്, ഈ ഇലക്ഷൻ എന്ന് പറയുന്ന സാധനം അങ്ങനെയാണ്. എന്നിട്ട് നിങ്ങളെ ഇറങ്ങിയില്ലേ? ഇത് അങ്ങനെയാണ് നിങ്ങൾക്ക് അറിഞ്ഞിട്ട് നിങ്ങളെ ഇറങ്ങിയില്ലേ? ആകെ കുടുങ്ങിയില്ലേ? ഏതൊരു പണിക്ക് ഇറങ്ങുമ്പോൾ ആ പണി അറിഞ്ഞോലെ ഇറങ്ങിയിട്ട് കാര്യമുള്ളൂ. ഇപ്പൊ കാളൂട്ടെണ്ണത്തേക്ക് ഇറങ്ങണോന് ആ കാളൂട്ടിന് കെട്ടിയ മൂരിന്റെ ബാക്കിൽ കെട്ടിയ പലകമ്മല് ബാലൻസിൽ നിന്ന് മൂരിന്റെ ബാലുമ പിടിക്കാൻ കഴിയണോ മാത്രമേ കാളൂട്ടിക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒന്നിട്ടാണ് പോകൂല പാടത്തു കൂടെ. അപ്പൊ ഇത് തെരഞ്ഞെടുപ്പ് വലിയൊരു സംഭവമാണ് മൂപ്പർക്ക് ഇപ്പോഴാ തോന്നിയത്. ആയിക്കോട്ടെ, എന്നാലും വണ്ടിയിൽ ബസ് പോയിട്ടില്ല ഞങ്ങളൊക്കെ കഴിച്ചാട്ടില്. ഈ ഇലക്ഷൻ എന്ന് പറയുന്ന സാധനം അങ്ങനെയാണ്. ഞങ്ങൾ ഇലക്ഷന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുമില്ല. ആണ് നോക്കിക്കാണിങ്ങള് ഈ ജാതി നേതാക്കന്മാർ അനുയായികൾ ഇജാതി നുണ പറഞ്ഞില്ലെങ്കിലും അത്ഭുതമുള്ളൂ. മോനെ തലക്കെന്ന് വെച്ചെന്താ മുമ്പ് പറഞ്ഞത്? അപ്പൊ അതങ്ങനെയാണ്, ഈ ഇലക്ഷൻ എന്ന് പറയുന്ന സാധനം അങ്ങനെയാണ്. ഞങ്ങൾ ഇലക്ഷന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുമില്ല. ഞങ്ങൾ ഇലക്ഷന് വേണ്ടി പ്രവർത്തിച്ചിട്ടുമില്ല, ഞാനിട്ട് പ്രഖ്യാപിച്ചിട്ടുമില്ല. നോക്കിയാണ് നിങ്ങള് ഒരു മനുഷ്യ ഇച്ചയൊക്കെ തരം താകാൻ പറ്റുമോ? ഞങ്ങളൊരു ഒറ്റ പ്രവർത്തകനും ഇലക്ഷന് പ്രവർത്തിച്ചിട്ടില്ല. ഈ കഴിഞ്ഞ ഇലക്ഷൻ എല്ലാവർക്കും തീരുമല്ലോ. ഞാനങ്ങനെ ഇലക്ഷനിന്നാളെ പരാജയപ്പെടുത്താൻ ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞെന്താ നിങ്ങള്? ഞാനൊരൊറ്റ വാക്ക് പത്രക്കാർ ചോദിച്ചപ്പോൾ പറഞ്ഞു, കൊലപാതകത്തിന് അനുകൂലമായി നിൽക്കുന്നവർ തോറ്റുപോകണം. നിങ്ങൾ ഒരു വാക്ക് പറഞ്ഞാലത് പ്രസ്താവന സ്ഥാനത്താണ്. നിങ്ങൾ കാര്യപ്പെട്ട ആളല്ലേ, നിങ്ങൾ പിണ്ടമാരിക്കല്ലോ. നമ്മളൊക്കെ അത് ഉള്ളാക്കിട്ടാലും ആര് കേൾക്കാൻ പോണില്ല. നിങ്ങളൊരു ഹറബ് മുണ്ടിയാലത് വലിയ സംഭവമായി വരൂലേ? അവൻ ഞാൻ പ്രസ്താവന നടത്തിയിട്ടില്ല, പത്രക്കാർ ചോദിച്ചപ്പം പറഞ്ഞാണ്. ഞാൻ പറഞ്ഞത് അതാണ്, കൊലപാതകത്തിന് അനുകൂലമായി നിൽക്കുന്നവർ ജയിക്കാൻ പാടില്ല എന്ന് ഞങ്ങൾ എത്തേണ്ടത്. പക്ഷേ പറഞ്ഞത് ജയിച്ചോളുന്നില്ല. ജയിച്ചൂല. എന്നാ ജയിച്ചൂലെങ്കിൽ നിങ്ങളെ പറയാൻ പാടുണ്ടോ? എന്നാ ജയിച്ചൂലെന്നല്ല നിങ്ങളെ മനസ്സിലുണ്ടേനിയത്, ജയിക്കുന്നേ നിങ്ങളെ മനസ്സിലുണ്ടേനിയത്. എന്നാ നിങ്ങൾ പറഞ്ഞിക്കണോല്ലേ? പത്രക്കാരോട് ചോദിച്ചപ്പോ അങ്ങനെ പറഞ്ഞു എന്നല്ലേ? അങ്ങനല്ല. മർക്കസിൽ നടന്ന ഒരു പരിപാടിയിൽ പരസ്യമായിട്ട് നിങ്ങൾ പറഞ്ഞു, മണ്ണാർക്കാട് ഒരു ML ഉണ്ട്. അതിന് പേര് പറയേണ്ട ആവശ്യമില്ലല്ലോ. മണ്ണാർക്കാട് ഒരു ML ഉണ്ട്, അയാളിങ്ങനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആളാണ്, അയാൾ ഒരിക്കലും ജയിക്കാൻ പാടില്ല. നമീർ ശംസുവാക്കാരെടുത്ത് തന്നെയല്ലേ മടങ്ങുന്നത്? മുൻപൊരുത്തം പറഞ്ഞ് ഞാനിങ്ങനെ പോരും, എന്റെ വയറ്റിലൊരു സാധനം കൂടി. എന്തേ കൂടി ചോദിച്ചു. ബാല് മേപ്പെട്ട് പറഞ്ഞ് തൊട്ട 7 വട്ടം ജന്തുവാണ് പറഞ്ഞു. നായിയാണ് ചോദിച്ചു. അങ്ങനെ ഞാൻ പറയില്ല. അതിന്റെ പേരാണ് നായി. ആ മണ്ണാർക്കാട് ML ഉണ്ട്, അയാൾ തോൽക്കണം, ഒരിക്കലും അയാളെ ജയിക്കാൻ പാടില്ല. മർക്കസിലെ പരിപാടി നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിക്കോണമെന്നില്ല. ഇത് രണ്ടും ജമ്മ് ചെയ്ത് പത്രക്കാര് പുറത്തിറക്കിയ ആ ക്ലിപ്പ് നിങ്ങളൊന്ന് കേൾക്കും. മറ്റു വിഷയത്തിലേക്ക് സൗകര്യം പോലെ വരാം. മണ്ണാർക്കാട്ട് അഡ്വക്കേറ്റ് N ശംസുദ്ദീനെ തോൽപ്പിക്കാൻ പരസ്യമായി രംഗത്തിറങ്ങിയ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് വലിയ തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പ് ഫലം നൽകിയത്. N ശംസുദ്ദീന് വേണ്ടി സമസ്ത EK വിഭാഗം രംഗത്തിറങ്ങിയതോടെ 2 സുന്നി സംഘടനകൾ തമ്മിലെ പോരാട്ടമായി മണ്ണാർക്കാട്ട് തെരഞ്ഞെടുപ്പ് മാറി. കഴിഞ്ഞ തവണത്തേക്കാൾ ഇരട്ടി ഭൂരിപക്ഷത്തിനാണ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായ ശംസുദ്ദീൻ മണ്ണാർക്കാട്ട് വിജയിച്ചു കയറിയത്. കല്ലാങ്കുഴി ഇരട്ടക്കൊലക്കേസിലെ പ്രതികളെ അഡ്വക്കേറ്റ് N ശംസുദ്ദീൻ സംരക്ഷിച്ചെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് മണ്ണാർക്കാട്ട് കാന്തപുരം പരസ്യ നിലപാടെടുത്തത്. ശംസുദ്ദീനെ തോൽപ്പിക്കാൻ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പരസ്യ ആഹ്വാനം നടത്തിയതോടെ AP പ്രവർത്തകർ അതിനായി രംഗത്തിറങ്ങി. കാന്തപുരം വിരുദ്ധരായ EK വിഭാഗം സുന്നികൾ ഇതോടെ ശംസുദ്ദീനെ വിജയിപ്പിക്കാനുള്ള പോരാട്ടം ഏറ്റെടുത്തു. മണ്ണാർക്കാട്ടെ തെരഞ്ഞെടുപ്പ് EK AP സുന്നികൾ തമ്മിലുള്ള ബലപരീക്ഷണമായി മാറുകയും ചെയ്തു. പ്രചരണ രംഗമാകട്ടെ കടുത്ത ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് വേദിയായി. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നപ്പോൾ 12,325 വോട്ടിന് വിജയിച്ച ശംസുദ്ദീൻ 2011 ലഭിച്ചതിനേക്കാൾ ഭൂരിപക്ഷം ഇരട്ടിയാക്കി. മുസ്ലിം ലീഗ് അണികളെക്കാൾ ഈ വിജയം ആവേശമുണ്ടാക്കിയത് EK സുന്നികൾക്കാണ്. കാന്തപുരത്തോട് അടുക്കണമെന്ന നിലപാടുള്ള മുസ്ലിം ലീഗിലെ ചില നേതാക്കളെ കണ്ണു തുറപ്പിക്കാനുള്ള അവസരമായാണ് മണ്ണാർക്കാട്ടെ സാഹചര്യം EK വിഭാഗം ഉപയോഗപ്പെടുത്തിയത്. AP വിഭാഗം സുന്നികളെക്കാൾ വലിയ വോട്ട് ബാങ്കാണ് തങ്ങളെന്ന് തെളിയിക്കാനായെന്നും അവർ വിലയിരുത്തുന്നു. MK ഷുക്കൂർ, മീഡിയ 1 കോഴിക്കോട്. നിലപാടിൽ ചാഞ്ചാടി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ.
മണ്ണാർക്കാട് മണ്ഡലത്തിൽ എൻ ശംസുദ്ദീനെ പരാജയപ്പെടുത്തണമെന്ന് താൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് ആഹ്വാനമായിരുന്നില്ലെന്നും അദ്ദേഹം ദുബായിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ശംസുദ്ദീനെ പരാജയപ്പെടുത്താൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് ആഹ്വാനായില്ല. ഇനി ആഹ്വാനമാകുമ്പോൾ തൊള്ളെ കൂടെ കാറ്റ് വരണമെന്ന് നമുക്കറിയില്ല. അത് രണ്ടും ഒന്ന് തന്നെയാണേ. എന്തോ ഒരു സ്വീപ്പാണ്, ഇത് രണ്ടും ഒന്ന് തന്നെയാണേ. എന്നാൽ അത് ആഹ്വാനമായിരുന്നില്ലെന്നും അദ്ദേഹം ദുബായിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഒരു സംഘടന എന്ന നിലയിൽ ലീഗിനെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല. എന്നാൽ ചില വ്യക്തികളെ വിജയിപ്പിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നുവെന്നും അത് വിജയം കണ്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ രാഷ്ട്രീയത്തിക്ക് ഇറങ്ങിയിട്ടില്ല എന്ന് ആദ്യം പറഞ്ഞു. പിന്നെ പറഞ്ഞത് ഞങ്ങൾ ഇന്ന ആളുകളെ ജയിപ്പിക്കാനോ തോൽപ്പിക്കാനോ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ പേരാണ് രാഷ്ട്രീയത്തിക്ക് ഇറങ്ങാൻ. അതിന്റെ പേരാണത്. അത് വിജയം കണ്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മണ്ണാർക്കാട് മണ്ഡലത്തിലെ BJP വോട്ടുകൾ എവിടെ പോയെന്ന് അന്വേഷിക്കണമെന്നും കാന്തപുരം ആവശ്യപ്പെട്ടു. വലിയായിട്ട് നടന്നോളി കുട്ട്, ആ വോട്ടോടെ പോയത് കൊലപാതകത്തിന് കൂട്ടുനിന്ന ആളെ പരാജയപ്പെടുത്തുകയാണ് വേണ്ടത് എന്നും ആണ് ഞങ്ങളുടെ അഭിപ്രായം എന്ന് പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ പേരും പറഞ്ഞിട്ടുണ്ട്. അതന്നെയാണ് പൊന്നാര ഉസ്താദെ പ്രഖ്യാപനം എന്ന് പറഞ്ഞാല്. അപ്പൊ അയാളെ പരാജയപ്പെടുത്തണമെന്ന് പറഞ്ഞു. അപ്പൊ അയാളെ പരാമർശിച്ചപ്പോ അയാളെ പേരും കൂട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പേരാണ് ഈ പ്രഖ്യാപനം. ഏതായാലിരിക്കട്ടെ, ഇങ്ങനെ നാടായ നാടുകളിൽ മുഴുവനും പണ്ഡിതന്മാർക്ക് ചെയ്യാൻ പറ്റാത്ത, മൂല്യമാർക്ക് ചെയ്യാൻ പറ്റാത്ത ഈ ഹീനമായ പ്രവർത്തനങ്ങൾ നടത്തി ഈ സമുദായത്തിന് നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാരെ വഷളാക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി. അങ്ങനെ ഈ കൂട്ടത്തിൽ നിന്ന് ആൾക്കാരിങ്ങനെ കൊഴിഞ്ഞു പോരാൻ തുടങ്ങി. സമസ്തയ്ക്ക് വരിവരിയായിട്ട് വരാൻ തുടങ്ങി. ഇവരെ കൂടെ നിന്നാൽ ആക്രം നഷ്ടപ്പെടുന്നു മൃഗം ബോധ്യപ്പെട്ടു, സ്വർഗം കിട്ടൂലെന്ന് ബോധ്യപ്പെട്ടു. പലരും ഇങ്ങനെ പോന്നു, കുട്ടികൾ പോന്നു, ചില മെമ്പർഷിപ്പ് അങ്ങോട്ട് കൊടുത്തു, ഞങ്ങൾക്ക് വേണ്ടായിരുന്നു. അങ്ങനെ നിന്നപ്പോഴാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഉസ്താദ് ഒരു പരിപാടിയിൽ വെച്ചിട്ട് കരഞ്ഞിട്ട് പറഞ്ഞു, ആരെ മക്കളെ ഇതിന് ഇറങ്ങിപ്പോകല്ലേ, ഈ വണ്ടി നിങ്ങൾ ഇറങ്ങല്ലേ, നിങ്ങളിത് ഇത് ഇറങ്ങിയാൽ അള്ളങ്ങളെ ഒഴിവാക്കിയതിന് തുല്യാണ്. ഒരു മൂല്യരെ കേട്ടോ നിങ്ങൾ. സ്വന്തം ഉടപ്പറപ്പീങ്ങളെക്കാൾ ഈ പ്രസ്ഥാനത്തിന്റെ ബന്ധുക്കള് നോളോളി ആദ്യം വരും. കാശായിട്ട് കൂട്ടാൻ ഒരു അരവംശം കണ്ണുനീരിട്ട് കിട്ടൂല. നോളോളി ആദ്യം ഒരു മുഖദ്യമായിട്ടുണ്ട് വരില്ല. അല്ലെങ്കിൽ ഇതൊക്കെ അവിടെ നോളിച്ചേണ്ട ആവശ്യം നാലിച്ചു കാണി. 80 ലക്ഷം ചൊല്ലിയെങ്കിൽ സ്വന്തം ജ്യേഷ്ഠാനന്മാരെക്കാളും വലിയ ഒരു ബന്ധമാണ് എന്റെ SYSന്റെ SSFന്റെ പ്രവർത്തകരെ നമുക്ക് കിട്ടിയത്. നഷ്ടപ്പെടുത്തല്ലേ, ഈ ബന്ധം നഷ്ടപ്പെടുത്തരുത്. ഈ കയറിയ വണ്ടിയിൽ നിന്ന് നിങ്ങൾ ഇറങ്ങിപ്പോകരുത്. പഞ്ചറായ ഇറങ്ങല്ലാതെ കാട്ടണു. പഞ്ചറായ വണ്ടിയിൽ കയറിയാൽ ലക്ഷ്യത്തിക്കെത്തുവോ? അതിന് നുളവെച്ചിട്ട് കാര്യമുണ്ടോ? ഒന്നൊക്കെ വണ്ടി നന്നാക്കണം, അല്ലെങ്കിൽ വണ്ടി മാറ്റിയിട്ട് പുതിയതെടുക്കണം, അല്ലെങ്കിൽ പഴയ വണ്ടിക്ക് തിരിച്ചു കയറണം. നുളവെച്ചിട്ട് കാര്യം പിടിച്ച് പുറത്താക്കുന്ന അവസ്ഥ വരുത്തരുത്. അതല്ലേ ഞങ്ങൾക്ക് ഇങ്ങോട്ട് പറയാനുള്ളത്. പിടിച്ച് പുറത്താക്കാൻ വരെ കാട്ടുന്നില്ലങ്ങനെ. ആ സാഹചര്യം ഉണ്ടാകരുതെന്ന് ഇപ്പൊ അണികളോട് പറയേണ്ടി വന്നില്ലേ? ഈ വണ്ടിയിൽ നിന്ന് പുറത്താക്കിയാൽ അള്ള പുറത്താക്കി എന്നതാണ് അതിന്റെ തെളിവ്. കാരണം അള്ളങ്ങളെ പ്രൈവറ്റ് സെക്രട്ടറിയാണ്. അള്ള റസൂൽ വെച്ചിട്ട് കച്ചവടം വെക്കില്ലല്ലോ. അപ്പൊ SSF ആകുന്ന വണ്ടി നിങ്ങൾ പുറത്തുപോയാൽ അള്ള പുറത്താക്കിയാൽ തുല്യാണ്. ഇങ്ങനെ ഈ രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ പറയാം. അങ്ങനെ മണ്ണാർക്കാട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പ്രശ്നങ്ങൾ രൂക്ഷമായി. അങ്ങനെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട നിയമപാലകന്മാർ കൃത്യസമയം നിർത്താൻ മുന്നോട് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇങ്ങനെ രൂക്ഷമായ സമയത്ത് നാടിന്റെ നാനാഭാഗത്തിൽ നിന്നും മറുഭാഗത്തുള്ള പ്രവർത്തകന്മാർക്കും പ്രഭാഷകന്മാർക്കും നേതാക്കന്മാർക്കും രൂക്ഷ വിമർശനം വന്നപ്പോൾ വഹാബ് സഖാഫി മമ്പാട് വന്നിട്ട് പറയാണ്, എവിടെ ആര് തോറ്റാൽ ഉസ്താദിനെ അങ്ങനെ പറയാണ്, എത്ര അങ്ങനെ ഉസ്താദിനെ പറയണത്. അങ്ങനെ ഉണ്ടായിട്ടില്ല. മൂപ്പരെ ഇടപെട്ടോട്ടെ, മൂപ്പരെ പറഞ്ഞിട്ടുള്ളൂ. മൂപ്പര് പറഞ്ഞിരിക്കുന്നത് ലീഗ് നന്നാകുമോ? നാളെ ലീഗുകാർ നോക്കിക്കോളൂ. ലീഗ് നന്നായാലും വേണ്ടില്ല, നന്നായില്ലെങ്കിലും വേണ്ടില്ല. നിങ്ങൾ ലീഗുകാരല്ലല്ലോ, നിങ്ങളെ ഇടപെടേണ്ടതില്ലല്ലോ. എന്നാൽ സഹോദരന്മാരെ, ഇതെന്തിനാ നിങ്ങൾ ആര് എവിടെ തോറ്റാലും വേണം യൂത്ത് ലീഗുകാരെ കൊണ്ട് AP ഉസ്താനെ 2 പറയിപ്പിക്കുക. അങ്ങനല്ല. ചോട്ടില് പുളിങ്ങാക്കൂര് പോയതിന് മൂക്കിലാ തുമ്പാരിടല്. അതിന് അവിടെ ആരെങ്കിലും തോറ്റാൽ എന്തിനാ ഇയാള് ബേജാറാകണം? ഇയാള് എവിടെങ്കിലും ഇറങ്ങിക്കണമെങ്കിൽ അവിടെ ഇയാള് ബേജാറാകേണ്ടി വരും. നബ്ബനെ ഈ അസൂയക്കൊരു ലദ്ദത്ത് കിട്ടും. അതുകൊണ്ടല്ലേ ഇലക്ഷൻ നടന്ന ഞാൻ ചോദിക്കട്ടെ, ഇത്തരം പച്ചയായി ഈ ആയത്ത് വളച്ചൊടിച്ച് ലീഗിന് വേണ്ടി സപ്പോർട്ട് ചെയ്ത് റഹ്മത്തുള്ള ഖാസിമി പ്രസംഗിച്ചു, സിംസാറിലൊക്കെ പ്രസംഗിച്ചു. പലയിടത്തും ലീഗ് വിരുദ്ധ രാഷ്ട്രീയ കക്ഷികൾക്ക് ഇത് തലവേദന ഉണ്ടാക്കൂലേ? ഞാൻ ചോദിക്കട്ടെ, എവിടെയെങ്കിലും നിങ്ങൾ മതമില്ലെന്ന് പറയുന്ന മാർക്സിസ്റ്റുകാർ
സിംസാറിലൊക്കെ തെറി വിളിച്ച് പ്രകടനം നടത്തിയോ? അതിന് സിംസാറിലൊക്കെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ടില്ല. ഇറങ്ങിക്കണമെങ്കിൽ മൂപ്പരും കേൾക്കേണ്ടി വരും. മൂപ്പര പണിക്ക് പോകാത്തോട് മൂപ്പര പറയേണ്ടതില്ലല്ലോ. റഹ്മത്തുള്ളാ ഖാസിമിയെ വിളിച്ചോ? മൂപ്പര നിങ്ങളെ മാരിക്ക് ഈ പണിക്ക് പോയിട്ടില്ല. മൂപ്പര പോയിക്കണമെങ്കിൽ മൂപ്പരും കേൾക്കേണ്ടി വരും. റഹ്മത്തുള്ളാ ഖാസിമിയുടെ മാതൃസംഘടനാ സെക്രട്ടറിയായി ചെറുശ്ശേരിയെ വിളിച്ചോ? ചെറുശ്ശേരി ഉസ്താദിന് രാഷ്ട്രീയക്കാരെ പണിയല്ല. ചെറുശ്ശേരി ഉസ്താദ് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുകയോ 20 കൊല്ലക്കാലം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കാര്യദർശി സ്ഥാനത്ത് നിന്നിട്ട് ഒരൊറ്റ ദിവസം പോലും രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കിയില്ല. പത്രക്കാരോടോ ചാനലുകാരോടോ രാഷ്ട്രീയ സംബന്ധിയായി പറഞ്ഞിട്ടില്ല. കാരണം ഓരോ പണി അതെല്ലാം ഓൽക്കിവിടെ വേറെ പണിന്റെ ഒരു പണ്ഡിതന്മാരാണ്. അവർ ദീന് പറയുന്നവരാണ്. ഓൽക്കവിടെ വേറെ പണിണ്ട്. നേരെ മറിച്ച് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി പരിശുദ്ധമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് രാഷ്ട്രീയ ബന്ധമുണ്ടെന്ന് ആരോപിച്ച് പുറത്തുപോയവർ അവസാനം പക്കാ രാഷ്ട്രീയക്കാരനെ പോലെ പ്രവർത്തിച്ച് നാണം കെട്ട് പരസ്യമായി കളവ് പറഞ്ഞ് സമുദായത്തിന് മുമ്പിൽ മാനം കെടുമ്പോൾ നാടായ നാടുകളിൽ നിന്ന് ഏൽക്കുന്ന ഈ പരിഹാസ്യതയിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി കിട്ടുന്ന വേദികളിൽ സമസ്തയുടെ ആലിമീങ്ങളെയും പ്രവർത്തകന്മാരെയും കൊഞ്ഞനം കുത്തുന്നതിന് പകരം കാര്യം മനസ്സിലാക്കി മാതൃസംഘടനയിലേക്ക് തിരിച്ചുവന്ന് പ്രശ്നങ്ങൾ ഗണ്യമായി പരിഹരിക്കുന്നതിന് മധ്യസ്ഥന്മാരുമായി ഒത്തൊരുമിച്ചു നിന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി മഹാരഥന്മാരായ പണ്ഡിതന്മാരോടുകൂടെ ഒത്തൊരുമിച്ചു നിന്ന് അല്ലാഹ് ബില്ലാഹ് എന്ന ചിന്തയോടുകൂടെ നാടിന്റെ മസ്ലഹത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി കൃത്യം 10 മണിക്ക് നിർത്തണമെന്ന് ബഹുമാനപ്പെട്ട നിയമപാലകന്മാരുടെ നിർദ്ദേശമുള്ളതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഒരു ചാവി ഇവിടെ വീണ് കിട്ടിയിട്ടുണ്ട്. അതിന് ഉടമസ്ഥ ഇവിടെ വരേണ്ടതാണ്. തിരികെ പോകുന്നത് വളരെ സമാധാനത്തോട് പോകേണ്ടതാണ്. വളരെ സമാധാനത്തോടുകൂടി പോകേണ്ടതാണ്. നന്ദി പറയാൻ വേണ്ടി